എല്ലാവർക്കും ആശാവീടിലേക്ക് സ്വാഗതം. ഇന്നും തിരിച്ചറിവുകളാണ്. PSC എക്സാമൊക്കെ അല്ലേ വരുന്നത്. ജൂലൈയിൽ PSC എക്സാം ഉണ്ട്. ഇത് PSC കൈപ്പുസ്തകം എന്ന പുസ്തകത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ക്വസ്റ്റ്യൻ എല്ലാം ഇടുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടും. ആദ്യ ക്വസ്റ്റ്യൻ, ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ ഏതാണെന്നാണ്. ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ ഏതാണെന്നറിയുമോ? മക്മോഹൻ രേഖ എന്നാണ് അതിൽ പറയുന്ന പേര്. മക്മോഹൻ രേഖ. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണെന്നറിയുമോ? ഇന്ത്യയുടെ തെക്കേ അറ്റം നമ്മുടെ ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇനി വിരലടയാള ശാസ്ത്രം ഏത്? വിരലടയാള ശാസ്ത്രം. കൈശാസ്ത്രം എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെ വിരലടയാള ശാസ്ത്രമാണ്. ടാക്ടൈലോഗ്രഫിയാണ് വിരലടയാള ശാസ്ത്രം. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി ഏതാണ്? കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി ലാംബ വിൻഡ് ഫാം ആണ്. ഗുജറാത്തിലാണ് കേട്ടോ ഉള്ളത്. ഇനി കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ പദ്ധതി ഏതാന്ന് അറിയോ? രണ്ടാമത്തെ പദ്ധതി, ആദ്യത്തേത് നമ്മൾ കണ്ടു, രണ്ടാമത്തെ പദ്ധതിയാണ് രാമക്കൽമേട്. ഇടുക്കിയിലെ രാമക്കൽമേടാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ പദ്ധതി. ഇനി കേരളത്തിൽ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിക്കുന്ന പദ്ധതി ഏതാണെന്നറിയുമോ? തിരമാലയിൽ നിന്നും ഇപ്പം ആ പേരൊക്കെ കേൾക്കുന്നുണ്ട്, കപ്പൽ വന്നെന്നൊക്കെ. വിഴിഞ്ഞം പദ്ധതിയാണ് കേട്ടോ. കേരളത്തിലെ ഏക താപ വൈദ്യുതി നിലയം ഏതാണെന്നറിയോ? കേരളത്തിലെ ഏക താപ വൈദ്യുതി നിലയം കായംകുളത്താണ് കേട്ടോ ഉള്ളത്. അത് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്താണുള്ളത്. ഇനി 2, മലയാളത്തിലെ ആദ്യ പത്രം ഏതാണെന്നറിയോ? മലയാളത്തിലെ ആദ്യ പത്രം രാജസമാചാരമാണ്. 1847. ഇതിൻ്റെ ആദ്യത്തെ പ്രസാധകൻ ആരാന്നറിയോ? ഒരു മലയാളിയൊന്നുമല്ല കേട്ടോ. ആദ്യത്തെ പ്രസാധകന്റെ പേര് ഹെർമൻ ഗുട്ടാർട്ട് ആണ്. ഹെർമൻ ഗുട്ടാർട്ട്. ഇന്ത്യ സന്ദർശിച്ച ആദ്യ റഷ്യൻ പ്രസിഡന്റ് ആരാന്നറിയോ? നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ റഷ്യൻ സന്ദർശിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഇന്ത്യ സന്ദർശിച്ച ആദ്യ റഷ്യൻ പ്രസിഡന്റ് ബുൾഗാനിൻ ആണ്. ബുൾഗാനിൻ. ഈ ചെങ്കടലിന്റെ ചുമപ്പിന് കാരണം എന്താണെന്നറിയോ? നമുക്ക് ചെങ്കടലിന്റെ ചുമപ്പിന് കാരണം ചുവന്ന പായലാണ്. ഇന്ത്യയുടെ സമയ കേന്ദ്രം ഏതാണെന്നറിയോ? ഇന്ത്യയുടെ സമയ കേന്ദ്രം അലഹബാദാണ് ഇന്ത്യയുടെ സമയ കേന്ദ്രം. ഇനി ലോകത്തിലെ സമയ കേന്ദ്രം എത്രയോ? ലോകത്തിന്റെ സമയ കേന്ദ്രം ഗ്രീനിച്ച് ആണ്. ലോകത്തിന്റെ സമയ കേന്ദ്രം ഗ്രീനിച്ച്. ഇത് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു.